ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ആദ്യ ദിവസം ഓസ്ട്രേലിയയ്ക്ക് മേൽക്കെ ബോളർമാർ തകർത്താടിയ ആദ്യ ദിനം ലോർഡ്സിൽ വീണത് 14 വിക്കറ്റുകൾ. ഓസ്ട്രേലിയ 212 പുറത്തായപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് 4 വിക്കറ്റ് നഷ്ടം. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും മനീഷ് ഐഷ മാത്യു ചേരുന്നു. മനീഷ്, തുടക്കത്തിൽ പതറിയെങ്കിലും ആദ്യ ദിനം അവസാനിക്കുമ്പോൾ ഓസീസ് പിടിമുറുക്കുകയാണല്ലേ? തീർച്ചയായും ആദ്യ ദിവസം ആദ്യ ഇന്നിംഗ്സിൽ 212 എന്ന് പറയുന്നൊരു താരതമ്യേന ചെറിയ സ്കോറിലാണ് ഓസ്ട്രേലിയ പുറത്താകുന്നത്. കസിഗോ റബാഡയുടെ മികച്ച ബോളിംഗിലാണ് ഇത്തരത്തിൽ 212 എന്ന് പറയുന്ന സ്കോറിലേക്ക് ഓസ്ട്രേലിയ പുറത്താകുന്നത്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് സ്റ്റീവ് സ്മിത്ത് 66 റൺസ് നേടിയത്, അതുപോലെ തന്നെ ബെസ്റ്റർ 72 റൺസ് നേടിയതാണ് നിലവിലെ ചാമ്പ്യന്മാരെ ഒരു ഭേദപ്പെട്ട സ്കോറിലേക്കെങ്കിലും എത്തിച്ചത്. പക്ഷേ മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയ കളം പിടിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. ആദ്യ ദിവസം പൂർത്തിയാകുമ്പോൾ ഇതിനോടകം തന്നെ 4 വിക്കറ്റുകൾ ദക്ഷിണാഫ്രിക്കയുടെ പിഴുതെടുക്കാൻ ഓസ്ട്രേലിയൻ ബോളർമാരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇതിൽ ഓസ്ട്രേലിയ ബോളർമാർക്ക് പന്തെടുത്ത 3 പേർക്കും വിക്കറ്റ് കിട്ടി എന്നുള്ളതാണ്. മിച്ചൽ സ്റ്റാർക്ക് 2 വിക്കറ്റ് നേടിയപ്പോൾ ജോസ് ഹേസൽവുഡ് 1, അതുപോലെ തന്നെ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് 1 വിക്കറ്റുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ 22 ഓവറുകളിൽ നിന്നാണ് 43 എന്ന് പറയുന്ന സ്കോറിലേക്ക് ദക്ഷിണാഫ്രിക്ക എത്താൻ കഴിഞ്ഞിരിക്കുന്നത്. നാളെയും ഇത്തരത്തിൽ ബോളിംഗിന് അനുകൂലമായ തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ദക്ഷിണാഫ്രിക്കയുടെ കാര്യങ്ങൾ കൂടുതൽ പരുങ്ങലാവാനാണ് സാധ്യത. പ്രത്യേകിച്ച് ഇന്ന് മാത്രം ലോർഡ്സിൽ വീണത് 14 വിക്കറ്റുകളാണ്. ലോർഡ്സിൽ ബോളർമാർ വാഴുന്ന കാഴ്ചയാണ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ആദ്യ കിരീടം ലക്ഷ്യമിടുന്ന ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് ആദ്യ ദിവസത്തെ സൂചന. രണ്ടാം ദിവസം ഓസ്ട്രേലിയയെ 212 എന്ന് പറഞ്ഞ സ്കോറിനെതിരെ ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്താനായിരിക്കും ദക്ഷിണാഫ്രിക്ക ശ്രമിക്കുക. പ്രത്യേകിച്ച് ആദ്യ ഇന്നിംഗ്സിൽ ലീഡ് നേടിയാൽ മത്സരത്തിൽ ഉണ്ടായേക്കാവുന്ന ആധിപത്യം തന്നെയാണ് ദക്ഷിണാഫ്രിക്കയും ലക്ഷ്യം വെക്കുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്ക് ആശ്വാസം എന്ന് പറയാനുള്ളത് അവരുടെ ക്യാപ്റ്റൻ ബൗമ ഇപ്പോഴും ക്രീസിൽ തുടരുന്നു എന്നുള്ളതാണ്. ബൗമയെ തന്നെയാണ് ടീം പ്രധാനമായും പ്രതീക്ഷ വെക്കുന്നത്. ബൗമ ഒരു വലിയ സ്കോറിലേക്ക് ടീമിനെ നയിക്കുകയാണെങ്കിൽ ആദ്യ കിരീടം എന്നൊരു നേട്ടത്തിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോഴും ദക്ഷിണാഫ്രിക്കൻ ഓസ്ട്രേലിയയുടെ ബോളർമാർ കളം പിടിക്കുന്നതാണ് നമുക്ക് ആദ്യ ദിവസത്തിന്റെ അവസാന ഭാഗം കൊണ്ട് കാണാൻ കഴിഞ്ഞ ദിവസം. ശരി, മനീഷ് ഐഷ മാത്യു ആണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.